ഹലോ! നല്ല നെയ്യൊഴിച്ച ദോശയ്ക്കും നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലനൊരു ചമ്മന്തി റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് കുറച്ച് ചിരകിയ തേങ്ങയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒരു പച്ചമുളകും കുറച്ച് തൈരും ഉപ്പും ചേർത്ത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്താൽ മതി. ഞാനിവിടെ കറിവേപ്പില ഇതേപോലെ ഇങ്ങനെ ടിന്നിലൊക്കെ ഊരിയിട്ടാണ്. ഇങ്ങനെ കറിവേപ്പില സ്റ്റോർ ചെയ്യുവാണെങ്കിൽ ഒത്തിരി നാളെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. പിന്നെ പച്ചമുളക് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, പുളിപ്പിന് ആവശ്യമായ രീതിയിൽ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇവിടെ കുറച്ച് പുളിയൊക്കെ ഉണ്ടെങ്കിലേ കുട്ടിയൊക്കെ ഇഷ്ടപ്പെടത്തുള്ളൂ. നിങ്ങളുടെ പുളിപ്പിന് ആവശ്യമായ രീതിയിൽ നിങ്ങൾക്ക് തൈര് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ തൈരില്ലെന്ന് വെച്ച് വിഷമിക്കേണ്ട, മോരായാലും മതി. ഇപ്പം മോരും ഇല്ലെന്ന് വെച്ചാൽ ഒരു കുറച്ച് വിനിഗർ ചേർത്താലും മതി. പക്ഷേ തൈരാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്. ആ നെയ്യൊഴിച്ച ദോശയുടെ ഒക്കെ ഈ ചമ്മന്തി കുട്ടി കഴിക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണെന്ന് പറയാം. മിക്സിയുടെ ജാറിലൊന്ന് കറക്കി എടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. കടുക് വറുക്കാതെ നല്ല ഈസിയായി ടേസ്റ്റിയായി ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി.